പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് IT നല്ല ഫീൽഡാണെന്ന്. അപ്പൊ ശരിക്കും എന്താണ് ഈ IT ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫീൽഡിൽ വരുന്നത്, ഇനി നമുക്കിപ്പോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നത് എന്നിങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആണല്ലേ. നമുക്കിന്ന് കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് IT റിലേറ്റഡ് കോഴ്സസ് ആണ് നമുക്കിന്ന് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് BTech ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി അഥവാ BTech IT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചും IT ഫീൽഡിനെ കുറിച്ചും ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെല്ലാം കുറിച്ചാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വളരെ വിശാലമായ ഒരു റേഞ്ച് ഓഫ് ജോബ്സ് ഉള്ള ഒരു ഫീൽഡാണ് IT എന്ന് പറയുന്നത്. ഇന്നിപ്പോ സാധാരണക്കാർ മുതൽ ലോകരാജ്യങ്ങൾ വരെ ഡെയിലി എത്ര സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ടെക്നോളജീസും ആണ് യൂസ് ചെയ്യുന്നതല്ലേ. ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസും ഡെവലപ്മെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റ് ചെയ്യുന്നതിനെല്ലാം വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ വർക്ക് ഫോഴ്സിനെയാണ് സത്യത്തിൽ IT ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്ന് IT ഫീൽഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഡിമാൻഡ് ആൻഡ് ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. ഇന്നിപ്പോ സ്റ്റാർട്ടപ്സ് മുതൽ MNC വരെ ഒരുപാട് കമ്പനീസ് ഉള്ള ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് IT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡും കൂടിയാണ് IT എന്ന് പറയുന്നത്. ഇത്രയും ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ബാക്കി പ്രൈവറ്റ് സെക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ജോബ്സും അതുപോലെ തന്നെ ജോബ് സ്റ്റെബിലിറ്റിയും IT ഫീൽഡിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് IT ഫീൽഡിലാണ്. ഇന്നിപ്പോ ജസ്റ്റ് ഒരു വർക്ക് റോൾ ആണെന്നുണ്ടെങ്കിലും ഒരു ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ വീട്ടിലിരുന്ന ഒരു ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിക്കുള്ള വർക്ക്സ് ആയിരിക്കും നമുക്ക് IT ഫീൽഡിൽ കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന എമൗണ്ട് അക്കോമഡേഷനും ഫുഡിനും വേണ്ടി ചെലവാക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വീടുകളിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ലേഡീസിനാണെന്നുണ്ടെങ്കിലും കൺവീനിയന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് IT ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേര് ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡായി IT മാറിയിട്ടുള്ളത് എന്നെല്ലാം നമ്മൾ നോക്കിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. അതായത് BTech ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി. BTech ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ്, ഡാറ്റ, നെറ്റ്വർക്ക്, അതുപോലെ തന്നെ വെബ് ആൻഡ് ആപ്പ് ഡെവലപ്മെന്റ് എന്നിവയെല്ലാം കുറിച്ച് പഠിക്കുന്ന ഒരു 4 ഇയർ വരുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ആണ് BTech ഇൻ IT എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോബ്ലത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പഠിക്കുന്ന ഒരു കോഴ്സാണിത്. നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 ഇയർ ആണ്. തിയറിയും പ്രാക്ടിക്കലും അതുപോലെ തന്നെ പ്രൊജക്റ്റും ഇതെല്ലാം ഒരേപോലെ വരുന്ന ഒരു കോഴ്സാണ് BTech ഇൻ IT എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ പഠിച്ച സ്റ്റുഡൻസിന് BTech ITക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ കമ്പൽസറി ആയിട്ട് +2 മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ എൻട്രൻസ് എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ JEE, KEAM തുടങ്ങിയ എക്സാംസ് ഒക്കെയാണ് കറന്റ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന മെയിൻ സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ്, അതായത് C++, ജാവ, പൈത്തൺ തുടങ്ങിയ പ്രോഗ്രാമിങ്ങുകളും ഡാറ്റ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, AI ആൻഡ് ഡാറ്റ സയൻസ് തുടങ്ങിയ കോഴ്സസ് ഒക്കെ ആയിരിക്കും, തുടങ്ങിയ സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ ഏതൊരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന ഒരു മെയിൻ കാര്യമാണ് നമുക്ക് ആ ഒരു കോഴ്സിന് ശേഷം വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം വെബ് ഡെവലപ്പർ ആയിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആപ്പ് ഡെവലപ്പർ, ക്ലൗഡ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്, ഇങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ശേഷം വരുന്നത്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫോൺ ആണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിലുള്ള ഏതൊരു പ്രോഗ്രാംസും സോഫ്റ്റ്വെയർസ് ആണ്. നമുക്ക് IT ഫീൽഡിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർസിനെ എല്ലാം കോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ വെബ് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്നവരെ വെബ് ഡെവലപ്പേഴ്സ് എന്നും മൊബൈൽ ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്നവരെ ആപ്പ് ഡെവലപ്പേഴ്സും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഈ ഡെവലപ്പർ ഫീൽഡിലല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അതല്ലാതെ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് IT ഫീൽഡിൽ വരുന്നുണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ എന്തോരം പേടിയാണല്ലേ, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കമ്പനീസിനൊക്കെ അവരുടെ ഡാറ്റാസിനെ കുറിച്ച് എത്രത്തോളം പേടി ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ അവരുടെ ഡാറ്റാസ്, അതുപോലെ സോഫ്റ്റ്വെയർ, വെബ്സൈറ്റ്സ് ഇതെല്ലാം സ്പൈവെയർ, മെൽവെയർ, അതുപോലെ തന്നെ ഹാക്കിംഗ് എന്നിവയിൽ നിന്നെല്ലാം
സെക്യൂർ ചെയ്ത് വെക്കുന്ന ഒരു ജോബിനെയാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഒരു ബിടെക് IT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു IT ഫീൽഡിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഹയർ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹയർ സ്റ്റഡീസിന് ഒരുപാട് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനായിട്ടും ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.